وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും, വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. ഇസ്സത്തോടെ അഭിമാനത്തോടെ അവസാന നിമിഷം വരെയും ജീവിച്ച് മുസ്ലിമായി ലോകത്ത് നിന്ന് മരണപ്പെട്ടു അള്ളാഹുവിന്റെ സ്വർഗം വുജൂബാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുകയും അവരുടെ ഖബറിനെ അള്ളാഹു വെളിച്ചത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പൂർണ്ണമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയാണല്ലോ നാം പഠിക്കുന്നത്. അതിലെ 35 ആയത്തുകൾ അൽഹംദുലില്ലാ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 36 മുതൽ അവസാനത്തെ ആയത്തായ 40-ാമത്തെ ആയത്ത് വരെയാണ് നാം പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോട് കൂടെ സൂറത്തുൽ ഖിയാമ അവസാനിക്കുകയാണ്. അന്ത്യനാളിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും അള്ളാഹുവിനെയും റസൂലിനെയും അതേ പ്രകാരം അന്ത്യനാളിനെയും ഒക്കെ കളവാക്കി നിഷേധിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ ധാരാളം താക്കീതുകളും ഈ ചെറിയ സൂറത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയുള്ള ആയത്തുകളിൽ സ്വന്തത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ, അവന്റെ ബുദ്ധിയെയും ചിന്തയെയും തട്ടിയുണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. അയഹ്സബു വിചാരിക്കുന്നുവോ, അയഹ്സബു വിചാരിക്കുന്നുവോ, ആര്? അൽ ഇൻസാനു മനുഷ്യൻ. ഞാനും നിങ്ങളും അടക്കമുള്ള മനുഷ്യരോട് റബ്ബ് തആലയുടെ ചോദ്യമാണ്. അയഹ്സബുൽ ഇൻസാൻ, ഓ മനുഷ്യ, നീ വിചാരിക്കുകയാണോ, നീ ചിന്തിക്കുന്നുവോ? എന്ത്? അൻ യുത്റക, ഒഴിവാക്കപ്പെടും എന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന്. സുധ, വെറുതെ. വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുമെന്നാണോ മനുഷ്യ നീ വിചാരിക്കുന്നത്? എന്നാൽ നീ അങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറയുന്നത്. മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ച് എങ്ങനെ തോന്നിവാസികളായി ലോകത്ത് ജീവിച്ചാലും അള്ളാഹ് വെറുതെ വിടും, ഒരു പ്രശ്നം ഉണ്ടാവൂല, എങ്ങനെയും ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാം എന്നതാണോ നിന്റെ ധാരണ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുമെന്ന്
അവനെ വെറുതെ വിടുമെന്നാണോ അവന്റെ ധാരണ? എന്നിട്ട് അള്ളാഹു ചോദിക്കുക എന്നോട് നിങ്ങളോടും, അലം യകുനു ത്വഫതം മിൻ മനിയ്യിൻ അലം യകു അവനായിരുന്നില്ലേ? ആര്? മനുഷ്യനായ എന്നോട്, നിങ്ങളോട്, നമ്മോട് റബ്ബിന്റെ ചോദ്യം. അലം യകു അവനായിരുന്നില്ലേ? നുതുഫ ഒരു ബിന്ദുവായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു തുള്ളിയായിരുന്നില്ലേ? നുതുഫത്ത് ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു തുള്ളി. എന്തിനാലുള്ള തുള്ളി? മിമ്മനിയിൻ ശുക്ലത്തിൽ നിന്നുള്ള, ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ മനുഷ്യൻ? യുംന യുംന ഒഴുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒലിക്കുന്ന, ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ മനുഷ്യാനീം? അതെ എന്നല്ലേ അതിന്റെ ഉത്തരം? ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാകുന്ന ഓരോരുത്തരും ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുമുള്ള ഒരു തുള്ളിയായിരുന്നു. എന്നിട്ടോ പിന്നെ അല്ലാഹു തആല ചോദിക്കുന്നു, എന്റെയും നിങ്ങളുടെയും തുടക്കത്തെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ, നിന്നെ വെറുതെ വിടും എന്ന ഒരു ചിന്ത നിനക്ക് വേണ്ട. എങ്ങനെ നീ ജീവിച്ചാലും നന്മകളും തിന്മകളും നോക്കാതെ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അവരെ മറന്ന്, ഖുർആനിനെ മറന്ന്, റസൂലുള്ളാഹിനെ മറന്ന്, ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ മറന്ന് എങ്ങനെ ജീവിച്ചാലും എന്നെ വെറുതെ വിടും എന്ന ധാരണ നിനക്ക് വേണ്ട. നീ ഒരു ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ മനുഷ്യ നീ? പിന്നീട് ആ ഇന്ദ്രിയ തുള്ളി, പിന്നെ അവൻ ആയി. ആര്? മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും ആദ്യം നുതുഫതൻ മിൻ മനിയ്യിൻ യുംനയായിരുന്നു. പിന്നീട് ആയി എന്ത്? അലഖ ഒരു ചോരക്കട്ടയായി മാറി. ഉമ്മയുടെ ഗർഭാശയത്തിൽ ആ ഇന്ദ്രിയ തുള്ളി പിന്നീട് അല്ലാഹു തആല എന്താക്കി മാറ്റി? അലഖ ഒരു രക്തപിണ്ഡം അല്ലെങ്കിൽ ഒരു ചോരക്കട്ടയാക്കി മാറ്റി. ഫഖലഖ എന്നിട്ട് അവൻ സൃഷ്ടിച്ചു. ആര്? അല്ലാഹു സൃഷ്ടിച്ചു. ഫസവ്വ അങ്ങനെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് മനുഷ്യരായ ഞാനും നിങ്ങളും ഒക്കെ ആദ്യം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു തുള്ളിയായിരുന്നു, അല്ലേ? പിന്നീട് ഒരു രക്തപിണ്ഡമായി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരു സൃഷ്ടിച്ച് കൃത്യമായി ശരിപ്പെടുത്തി. فجعل منه الزوجين الذكر والأنثى فجعل منه എന്നിട്ട് അതിൽ നിന്ന് അവനിൽ നിന്ന് ഉണ്ടാക്കി അസ്സൗജൈനി രണ്ട് ഇണകളെ, അസ്സകറ അതായത് ആണും, വൽ ഉൻസ പെണ്ണും. അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ടു ഇണകളെ അവൻ ഉണ്ടാക്കി. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ എന്തിനാണ് മനുഷ്യനാകുന്ന എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ഇവിടെ അള്ളാഹു ഇത് ഓർമ്മപ്പെടുത്തിയത്? പരലോകത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം, കടങ്കാരും തമ്മിൽ കൂട്ടിമുട്ടുന്ന, പിണക്കപ്പെടുന്ന മരണത്തെ കുറിച്ച് ശക്തമായ താക്കീത് നൽകിയ ശേഷമാണ് അല്ലാഹു തആല എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യ ജീവനാകുന്ന എന്നെയും നിങ്ങളെയും കേവലം വളരെ നിസാരവും നിർജീവവുമായ ഇന്ദ്രിയ തുള്ളിയാകുന്ന ആ വസ്തുവിൽ നിന്ന് ഉത്ഭവിപ്പിക്കുകയും പിന്നീട് ഘട്ടങ്ങളായി വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ കോലത്തിലെത്തിയത്. ഈ രൂപത്തിൽ ഞാൻ നിങ്ങളും വെറുതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാനും നിങ്ങളുമൊന്നും ഒരു മനുഷ്യരൂപമായി മാറിയതല്ല. ഇന്ന് ഞാനെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ഞാനും നിങ്ങളും മക്കളുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, വീടിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, സംഘടനകളുടെ പേരിൽ അതൊക്കെ ഞാന് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഉത്ഭവത്തെ കുറിച്ച് അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. എന്തിനാ ഇത് ബോധ്യപ്പെടുത്തിയത്?
40-ാമത്തെ ആയത്തിലൂടെ ശക്തമായ ഒരു ചോദ്യം ചോദിക്കാനാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. നിർജീവമായ വസ്തുവിൽ നിന്ന് വിവിധ ഘട്ടങ്ങളായി ഈ നിലക്ക് എത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അലൈസ ദാലിക, അവനല്ലേ ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ? ഇത് ചോദിക്കാനാണ്. അങ്ങനെയുള്ള അല്ലാഹു ബിഖാദിരിൻ, അവൻ കഴിവുള്ളവനല്ലേ? അലാ അൻ യുഹ്യിയൽ മൗതാ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ അവൻ കഴിവുള്ളവനല്ലേ? നിർജീവമായ ആ ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് ഉത്ഭവിക്കുകയും വിവിധ ഘട്ടങ്ങളായി വളർത്തിക്കൊണ്ടുവരികയും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന് ഒരു മനുഷ്യനായി പുറത്തേക്ക് വന്ന് ഇവിടെ ജീവിച്ച് ശൈശവം കഴിഞ്ഞ് യുവത്വം കഴിഞ്ഞ് അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ വളർത്തി വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ച നിന്നെ, ഇവിടം വരെ എത്തിച്ച നമ്മെ, നാം അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണത്തിന് ശേഷം വീണ്ടും നമ്മെ ജീവിപ്പിക്കുവാൻ ആ അള്ളാഹുവിന് വലിയ പ്രയാസമുണ്ടോ? അതിനവന് കഴിയില്ലേ? കഴിയും എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ കാര്യം അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സൂറത്തുകളിൽ വിവിധ രീതിയിൽ അല്ലാഹു തആല പഠിപ്പിച്ചത് ഞാൻ നിങ്ങളുമൊക്കെ പഠിച്ചതാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ കുറിച്ച്, അതിന്റെ ആരംഭത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ബീജമായി അവനെ ഒരു ഭദ്രമായ സ്ഥാനത്ത്, അതേതാ? ഉമ്മയുടെ ഗർഭാശയം. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ബീജമായി കൊണ്ട് മനുഷ്യരെ മുഴുവനും ഞാൻ വെക്കുകയും ചെയ്തു. എന്നിട്ടോ പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. ഘട്ടം ഘട്ടമായിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ വളർന്നു വന്നത്. ബീജത്തെ ഭ്രൂണമാക്കി, ആ ഭ്രൂണത്തെ മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി, എല്ലിൻ കൂടായി രൂപപ്പെടുത്തി. എന്നിട്ട് ഈ പ്രക്രിയയെല്ലാം ഉമ്മയുടെ ഗർഭാശയമാകുന്ന ഫീ ഖറാരിൻ മക്കീനിൽ നിന്ന് ഈ പ്രക്രിയയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ എത്തിയത്. ഈ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അസ്ഥികൂടമായി പിന്നെ അതിനെ രൂപപ്പെടുത്തി. എന്നിട്ട് നാം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച്. എന്നിട്ടോ പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അല്ലാഹു തആല പറയാ, ഞാനാണ് അതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. ആ ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് അതിനെയൊക്കെ വിവിധ ഘട്ടങ്ങളിലൂടെ വളർത്തി ഒരു മനുഷ്യ രൂപത്തിലാക്കി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി വളർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഏറ്റവും നല്ല നിലക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. എന്നിട്ട് അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? എന്നാൽ ഇങ്ങനെയൊക്കെ വിവിധ ഘട്ടങ്ങളിലൂടെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ വളർന്നു വന്ന് ഒരു മനുഷ്യ ജീവിയായി ലോകത്തേക്ക് വന്ന് വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞു വന്ന മനുഷ്യ, തീർച്ചയായും നിങ്ങൾ അതിന്റെ ശേഷം മരിക്കുന്നവരാകുന്നു. കാലാകാലം ഇവിടെ ജീവിക്കുന്നവരല്ല. നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. എന്നാൽ മരണത്തോടുകൂടെ അവസാനിക്കുമോ? ഇല്ല. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. സൂറത്തുൽ മുഅ്മിനൂനിൽ വളരെ കൃത്യമായി വിശദമായി അല്ലാഹു തആല നമുക്ക് ഈ ഘട്ടം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ചുരുക്ക വിവരം മാത്രമാണ് ഇവിടെ അല്ലാഹു തആല പഠിപ്പിച്ചത്. അലം യകുനു തുഫതം മിൻ മനിയ്യുംനാ.
അവൻ ഗർഭാശയത്തിൽ സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുമുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ ഈ മനുഷ്യൻ? ആ മനുഷ്യനെ വെറുതെ വിടുമെന്നാണോ, ഉപേക്ഷിക്കപ്പെടുമെന്നാണോ അവന്റെ ധാരണ? അങ്ങനെ ഒരു വിചാരം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ട. പിന്നീട് അവൻ ഒരു രക്തപിണ്ഡമായി. എന്നിട്ട് അവൻ അള്ളാഹു സൃഷ്ടിച്ചു, ശരിപ്പെടുത്തി. എല്ലാം ചെയ്തത് അള്ളാഹുവാണ്, എല്ലാ രൂപങ്ങളും നൽകിയത് അള്ളാഹുവാണ്. കൃത്യമായി അവൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അവയവങ്ങളും വെക്കേണ്ടടുത്ത് വെച്ചു. അഹ്സനുൽ ഖാലിഖീനാണ് അവൻ, ഏറ്റവും നല്ല നിലക്ക് സൃഷ്ടിച്ചവനാണ്. കണ്ണ് വെക്കേണ്ടടത്താണ് വെച്ചത്. ഓരോ അവയവങ്ങളും സൃഷ്ടിക്കേണ്ടടത്ത് സൃഷ്ടിച്ച് വളരെ നല്ല വൃത്തിയുള്ള, നല്ല നിലക്ക്, നല്ല രൂപസാദൃശ്യമുള്ള നിലക്ക് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു രൂപപ്പെടുത്തി എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ ചോദ്യം അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത. ഇങ്ങനെയൊക്കെ ഈ ഒരു ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് പിന്നെ നിങ്ങളെ സൃഷ്ടിച്ച്, അതും ആണും പെണ്ണുമാകുന്ന ഇണകളെ സൃഷ്ടിച്ചു തന്നില്ലേ? എല്ലാവരും ഒരേപോലെ ആണുങ്ങളായില്ല, എല്ലാവരും ഒരുപോലെ പെണ്ണായില്ല. ആണും പെണ്ണുമായി വിവിധ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നു. ആ സൃഷ്ടിച്ച റബ്ബിന് മരണശേഷം വീണ്ടും ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതിനവന് കഴിയുന്നവനല്ലേ എന്ന മഹനീയമായ ഒരു ചോദ്യത്തോടുകൂടെയാണ് ഈ സൂറത്തുൽ ഖിയാമ അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുൽ ഖിയാമയിലൂടെ അള്ളാഹു നമ്മോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പല പാഠങ്ങളുമുണ്ട്, പല ചിന്തകളുമുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായിരുന്നാലും സൂറത്തുൽ ഖിയാമ അവസാനിച്ചു കഴിഞ്ഞാൽ, ഈ വചനം ഓതി കഴിഞ്ഞാൽ, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ, 40ാമത്തെ ഈ വചനം തീർന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനക എന്ന് പറയാറുണ്ടായിരുന്നു. സുബ്ഹാനക്, അല്ലാഹുവേ നീ ഏറെ പരിശുദ്ധനാണ് റബ്ബേ, അതിനൊക്കെ നിനക്ക് കഴിയും. മരിച്ചവർ എവിടെ മരിച്ചവരാണെങ്കിലും, അവർ ഖബറുകളിൽ മറമാടപ്പെട്ടവരാണെങ്കിലും, ഇനി വെള്ളത്തിലാണെങ്കിലും, അതിന്റെ ഒരു അവശിഷ്ടവും കാണാത്ത വിധം, ശരീരത്തിന്റെ ഒരു അംശവും കാണാത്ത വിധം മണ്ണിൽ ലയിച്ചു ചേർന്നവരാണെങ്കിലും, എല്ലാവരെയും വീണ്ടും പുനർജീവിപ്പിക്കുവാനും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുവാനും എല്ലാത്തിനും അല്ലാഹുവേ നിനക്ക് കഴിയും. സുബ്ഹാനക്, റബ്ബേ നീയാണ് ഏറ്റവും പരിശുദ്ധൻ, ബല തീർച്ചയായും നിനക്കതിന് കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് 40ാമത്തെ ഈ വാചകം പറയുമ്പോൾ സുബ്ഹാനക ബല എന്ന് പറയൽ നമുക്കും ആവശ്യമാണ്. അത് പ്രത്യേകം ഞാനും നിങ്ങളുമൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ല എന്ന കൃത്യമായ ഒരു ബോധം, ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടുകൂടെയാണ്. മരണത്തോടുകൂടെ ഈ ദുനിയാവിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷമാണ് മരണം. പിന്നീട് ഇവിടെ നമുക്ക് ജീവിതമില്ല. എന്നാൽ പരലോക ജീവിതത്തിന്റെ ഏറ്റവും തുടക്കമാണ് മരണം. അന്നു മുതലാണ്, ആ മരണത്തോടുകൂടെയാണ് പരലോക ദീർഘമായ, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത ആ പരലോക ജീവിതത്തിന്റെ തുടക്കം മരണത്തോടുകൂടെയാണ്. ആ മരണം നല്ല മരണമാകണം, സ്വാലിഹീങ്ങളുടെ മരണമാകണം, സന്തോഷത്തോടുകൂടെയുള്ള മരണമാകണം. അങ്ങനെ ആകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു നൽകിയിട്ടുള്ള സമയവും സന്ദർഭവും ഒക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം റഹ്മാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജോലികളിൽ നീ അഭിവൃദ്ധി ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഒരു നിലക്കും ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത വേദനകൾ,
താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ നൽകരുതേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഇണകളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പകർത്താനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിശുദ്ധ ഖുർആനിന്റെ സ്വാഹിബീങ്ങളാക്കണം റഹ്മാനെ. അതിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. നാളെ വിശുദ്ധ ഖുർആനിന്റെ ശഫാഅത്ത് നേടിയെടുക്കുന്ന ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞ ആ ഉത്തമരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അൻത തഅലമു ദുനൂബനാ വഗ്ഫിർഹാ. അല്ലാഹുമ്മ അൻത തഅലമു അംറാദനാ വഷ്ഫിഹാ. اللهم أنت تعلم ديوننا فأدها. اللهم أنت تعلم حاجاتنا وقضها يا ذا الجلال والإكرام. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار ولا تجعلنا من حطب النار ولا تجعلنا من حطب النار. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم رب ارحمهما كما ربونا صغارا واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله العظيم لي ولكم وأستعفيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.